കേരളത്തിന്റെ IT, AI രംഗത്തെ സ്വപ്ന പദ്ധതിയായ ലുലു ട്വിൻ ടവർ കൊച്ചി സ്മാർട്ട് സിറ്റിയിൽ പ്രവർത്തന സജ്ജമാകുന്നു. 1500 കോടിയിലേറെ രൂപയുടെ മുതൽ മുടക്കിലാണ് IT സമുച്ചയം യാഥാർത്ഥ്യമായിരിക്കുന്നത്. ട്വിൻ ടവറുകളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലിയുടെ സ്വപ്ന പദ്ധതികളിലൊന്നാണ് ലുലു IT ട്വിൻ ടവറുകൾ. IT ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് രംഗത്ത് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും മികച്ച അടിസ്ഥാന സൗകര്യങ്ങളാണ് ലുലു IT ട്വിൻ ടവറുകളിൽ ഒരുക്കിയിട്ടുള്ളത്. 1500 കോടിയിലേറെ രൂപയുടെ മുതൽ മുടക്കിലാണ് IT സമുച്ചയം യാഥാർത്ഥ്യമായിരിക്കുന്നത്. ജൂൺ 28-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ലുലു IT ട്വിൻ ടവറുകളുടെ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ലുലു ഗ്രൂപ്പ് ഇന്ത്യ ഡയറക്ടർ ആൻഡ് CEO നിഷാദ് MA പറഞ്ഞു. Lulu Group is making a substantial investment into IT sector with the goal of building a cutting-edge digital infrastructure, enhancing supply chain intelligence and automation, improving customer engagement through AI and data analytics, supporting startups and tech talent in emerging market, and expanding our global presence through smart technologies. Honorable Chief Minister of Kerala, Sri Pinarayi Vijayan, will be inaugurating the landmark project on 28th of June. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരമേറിയതും കേരളത്തിലെ ഏറ്റവും വലുതുമായ IT ഓഫീസ് സമുച്ചയമാണ് ലുലു IT ട്വിൻ ടവറുകൾ. 12.74 ഏക്കറിൽ 30 നിലകൾ വീതമുള്ള ലുലു ട്വിൻ ടവറുകളുടെ ഉയരം 152 മീറ്ററാണ്. 35 ലക്ഷം ചതുരശ്ര അടിയിലാണ് ട്വിൻ ടവറുകൾ നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൽ 25 ലക്ഷം ചതുരശ്ര അടി IT കമ്പനികൾക്കായുള്ള ഓഫീസ് സ്പേസ് ആണ്. 30,000-ലേറെ ടെക് പ്രൊഫഷണലുകൾക്ക് ജോലി ചെയ്യാനാകും. വിദ്യാസമ്പന്നരായ കുട്ടികൾക്ക് നാട്ടിൽ തന്നെ മികച്ച തൊഴിലവസരം ഉറപ്പാക്കുകയാണ് ലുലു. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഓട്ടോമേറ്റഡ് റോബോട്ടിക് പാർക്കിംഗ് സൗകര്യം, ഓൺസൈറ്റ് ഹെലിപാഡ് തുടങ്ങിയ അത്യാധുനിക സൗകര്യങ്ങളാണ് ലുലു IT ട്വിൻ ടവറുകളിൽ ഒരുക്കിയിട്ടുള്ളത്. ഗ്രീൻ ബിൽഡിംഗ് മികവിനുള്ള ലീഡ് പ്ലാറ്റിനം പ്രീ സർട്ടിഫൈഡ് ബിൽഡിംഗ് അംഗീകാരത്തോടെയാണ് ട്വിൻ ടവറുകൾ യാഥാർത്ഥ്യമായിരിക്കുന്നത്. ലുലു ഗ്രൂപ്പ് ഇന്ത്യ ഡയറക്ടർ ഫഹാസ് അഷ്റഫ്, ലുലു ഇന്ത്യ CEO രഞ്ജിത് രാധാകൃഷ്ണൻ, ലുലു ഗ്രൂപ്പ് ഇന്ത്യ മീഡിയ ഹെഡ് NB സ്വരാജ്, ലുലു IT പാർക്ക് CFO മൂർത്തി ബുഗാട്ട തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.